വരി ഈ ഖുറാനകത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ. ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്, മനസ്സിലാക്കിക്കോ. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു മുസ്ലിം സുഹൃത്ത് ഉണ്ടായിട്ടില്ലേ? എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. ഒരു അധ്യാപകൻ ഉണ്ടായിട്ടില്ലേ? ഒരു അധ്യാപിക ഉണ്ടായിട്ടില്ലേ മുസ്ലിം പേരിൽ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളതും പറയാനുള്ളതും. കാരണം എൻ്റെ വീഡിയോ കണ്ട് ഇങ്ങനെ ചാരിറ്റി വീഡിയോ ചെയ്തിട്ട് ഒരു വിഷ്ണു എന്ന് പറയുന്നൊരു കുട്ടിക്ക് ഒരു ഏകദേശം ഒരു 4 ലക്ഷം രൂപയോളം അവൻ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലൈസിന് വേണ്ടിയിട്ട്. ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. കുട്ടി ഇന്നില്ല. പക്ഷേ അതൊക്കെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൊടുത്തതാണ്. ഭൂരിഭാഗവും മുസ്ലിമായ ആളുകൾ തന്നെയായിരുന്നു അത് സഹായിച്ചത്. അവർക്ക് ഏവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഇനി എൻ്റെ ടോപ്പിക്ക് ഇത്. എൻ്റെ കയ്യിലുള്ളത് ഒരു മലയാള ഭാഷാന്തരം, ഖുർആൻ മലയാള ഭാഷാന്തരം, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വാണിദാസ് ഇളയാവൂർ. ഒരു ഖുർആൻ എൻ്റെ കയ്യിൽ കിട്ടി. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഖുർആൻ കയ്യിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഞാനത് സത്യസന്ധമായി പറയാം, ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്നല്ല നാളെ വായിച്ചിട്ട് എൻ്റെ ആമുഖം ഞാൻ വായിച്ചിട്ട് നിങ്ങളെ അറിയിക്കാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കുള്ള സംശയം, ഒരു സംശയമുണ്ട്. അതായിരുന്നു ഞാൻ ആദ്യം തീർത്തത്. 24 ന്യൂസിലാണ് തോന്നുന്നു, ഹാഷ്മിയുമായിട്ടുള്ള ഒരു ജനകീയ കോടതിയിൽ ഒരു തർക്കം ഉണ്ടായി. ആ തർക്കം എന്താണെന്ന് ആദ്യം നിങ്ങൾ കേൾക്കാം, എന്നിട്ട് നമുക്ക് കാര്യം പറഞ്ഞാൽ പോരെ. അപ്പൊ ആദ്യം അത് കാണാം. എവിടെയാണ് തലയിൽ തട്ടണമെന്ന് പറഞ്ഞത്? ഇല്ല, ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇതേപോലെയുള്ള കുറേ കാര്യങ്ങളാണ് ഉള്ളത്, മനസ്സിലായോ? ഞാൻ ഖുർആൻ ആയത്തുകളൊക്കെ ഞാൻ ഇപ്പം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എൻ്റെ മകൾ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. നമ്മളിത് ഇങ്ങനെ എടുത്ത് വെക്കേണ്ട സംഗതിയല്ല. നമ്മുടെ രാജ്യം വളരെ സങ്കീർണമായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പം നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കേണ്ട ഒരു സമയമാണിത്. കാരണം അത്രമാത്രം കേരളത്തിൽ അത്രയധികം ഇല്ലെങ്കിലും കേരളത്തിന് പുറത്ത് ഹിന്ദുത്വവാദം വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുകയും ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, മണിപ്പൂർ സംഭവം നമുക്കറിയാം, അസാമിലെ സംഭവം അറിയാം. ഇതൊരു തർക്കം നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അതായിരുന്നു ഞാൻ ആദ്യം, എൻ്റെ കയ്യിൽ ആദ്യം ഖുർആൻ കിട്ടിയപ്പോൾ ഞാൻ ആദ്യം അതായിരുന്നു നോക്കിയത്. അതായത് ഖുർആനിൽ എവിടെയാണ് തട്ടം ഇടണമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടേ ഇല്ല, അങ്ങനെ ഒരു വാക്യം പറഞ്ഞിട്ടേ ഇല്ല എന്ന് തർക്കിക്കുന്നു. അപ്പൊ ഞാൻ അത് മാത്രമാണല്ലോ സ്പ്രെഡ് ആവുള്ളൂ. അപ്പൊ പിന്നെ അതിനെ കുറിച്ചൊന്ന് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ കണ്ടെത്തി അതെല്ലാവരുടെയും ഈ ഒരു ബുക്കില് അല്ലെങ്കിൽ ഖുർആനിലെ എല്ലാത്തിലും ഇങ്ങനെ ഒരു 59-ാമത്തെ വാക്യം, നബിയെ, നിന്റെ പത്നിമാർ, പുത്രിമാർ, വിശ്വാസികളുടെ സ്ത്രീകൾ ഇവരോടെല്ലാം നിങ്ങളുടെ മേലാടകൾ താഴ്ത്തിയിടാൻ നിർദ്ദേശിക്കുക. അവരെ തിരിച്ചറിയാൻ ഏറ്റവും പറ്റിയ മാർഗം അതാണ്. ശല്യം ചെയ്യപ്പെടാതിരിക്കാനും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ്. ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ ആവോ അല്ലേ? ചില ആളുകളോടാണ് കേട്ടോ, ചില ആളുകളോട് പറയാനുള്ളതാണ്. സ്ത്രീക്ക് ഏറ്റവും പിന്നെ എന്താ പറയാ, ഒരു പേടിയില്ലാതെ നമ്മുടെ ഉടയാടകളൊക്കെ നമ്മുടെ മുഖത്തിൽ എല്ലാം മൂടി മറിച്ച് നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായിരിക്കും പെണ്ണിന് സേഫ്റ്റി എന്നതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെയാണ് ആ ഒരു ലേഡി ഇങ്ങനെയൊന്ന് സംസാരിച്ചത്. പറഞ്ഞിട്ടേ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുന്നത്. ഈ കാര്യം തന്നെയാണ് പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വായിച്ചാണ് 33-ാം അധ്യായത്തിലെ 59-ാമത്തെ വാക്യം ഞാൻ വായിച്ചത്. അതായിരുന്നു ആദ്യം ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയം ഞാൻ തീർത്തത്. അപ്പോൾ എന്തായാലും എൻ്റെ സംശയം തീർന്നു. കാരണം ശരീരം മറയ്ക്കണം, ശരീരം മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ച് നടക്കാനുള്ള വസ്തുവല്ല സ്ത്രീയുടെ ശരീരം എന്നും കൂടി ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസത്തിൽ വേണം അവരവർ ജീവിച്ചു പോകാനായിട്ട്. അപ്പോൾ
എനിക്കെന്തായാലും പർദ്ദയിട്ട് നടക്കാനും പറ്റില്ല, പർദ്ദയിട്ട ആൾക്ക് എന്നെ പോലെ പൊട്ടുതൊട്ട് നടക്കാനും പറ്റില്ല. ഓരോരുത്തരുടെ വിശ്വാസത്തിൽ ജീവിച്ചു പോവുക, അതാണ് ഏറ്റവും ഉത്തമം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തെറ്റിദ്ധാരണ പരത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല.